ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതിയുടെ കരവിരുതാൽ ഉടലെടുത്ത ഒരു തടാകമുണ്ട് അമേരിക്കയിലെ ഒറിഗോൺ എന്ന സ്ഥലത്ത്. ഈ തടാകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മഴക്കാലത്ത് മറ്റെല്ലാ തടാകങ്ങളെയും പോലെ തന്നെ നിറയെ വെള്ളമുള്ള ഒരു സാധാരണ തടാകമായി മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ മഴയൊന്നും മാറിയാൽ തടാകം അപ്രത്യക്ഷമാകാൻ തുടങ്ങുകയാണ്. ഒരു തടാകമെന്നാൽ അധികം നീരൊഴുക്കില്ലാതെയിരിക്കുന്ന ഒരു ജലസ്രോതസ്സാണ്. അപ്പോൾ പിന്നെ മഴ മാറിയാൽ എങ്ങനെയാണ് ഈ തടാകം അപ്രത്യക്ഷമാകുന്നത്? അതിനുള്ള ഉത്തരവുമായാണ് ഇന്നത്തെ വീഡിയോ. അതായത് അമേരിക്കയുടെ ലോസ്റ്റ് ലേക്കിൻ്റെ രഹസ്യങ്ങൾ ഈ വീഡിയോയിലൂടെ ചുരുളഴിയുകയാണ്. ലോകത്ത് വളരെ പേർ ചർച്ചയാക്കപ്പെട്ട വിഷയമാണിത്. അമേരിക്കയുടെ ലോസ്റ്റ് ലേക്ക് എന്നാണ് ഈ തടാകം അറിയപ്പെടുന്നത്. 3000 വർഷങ്ങൾക്ക് മുമ്പ് ഒറിഗോൺ എന്ന സ്ഥലത്തുള്ള ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയും പ്രകൃതിയുടെ നിയമമനുസരിച്ച് ആ അഗ്നിപർവ്വതത്തിൽ നിന്നും തീക്ഷ്ണമായ ഊഷ്മാവുള്ള ലാവ പുറത്തേക്ക് വരികയും ഉണ്ടായി. ഇങ്ങനെ പുറത്തേക്ക് വന്ന ലാവ ഒറിഗോണിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു നദിയുടെ കുറുകെയെത്തി. അതോടെ സുഗമമായുള്ള ആ നദിയുടെ ഒഴുക്ക് അവിടെ തടസ്സപ്പെടുകയും തുടർന്ന് ഇത്തരത്തിലൊരു തടാകത്തെ പ്രകൃതി നിർമ്മിക്കുകയുമായിരുന്നു ഉണ്ടായത്. ഇന്ന് ഒറിഗോണിലുള്ള ഈ തടാകത്തിൻ്റെ സമീപത്ത് ഹൈവേയും മറ്റ് വിനോദസഞ്ചാര മേഖലകളും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം 85 ഏക്കറാണ് ഈ തടാകത്തിൻ്റെ വിസ്തൃതി. 9 അടിയോളം ആഴമുണ്ട്. ഇത്രയും വലിയ ഒരു തടാകം മഴ മാറാൻ കാത്തിരിക്കുകയാണ് അപ്രത്യക്ഷമാകാൻ എന്നു പറഞ്ഞാൽ അതിലെന്തോ അസ്വാഭാവികത നിലനിൽക്കുന്നില്ലേ എന്ന ചോദ്യമാണ് ഈ തടാകത്തെ ലോക പ്രശസ്തമാക്കിയത്. ഇനി എങ്ങനെയാണ് ഇത്രയും വിസ്താരമേറിയ ഈ തടാകം വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് എന്ന് നോക്കാം. തടാകത്തിന് താഴെ, അതായത് ഭൂനിരപ്പിലായി 2 ലാവാ ട്യൂബുകൾ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നാണ് ഇത് സംബന്ധിച്ച് വിശദീകരണമായി ശാസ്ത്രജ്ഞർക്ക് പറയാനുള്ളത്. ലാവാ ട്യൂബുകൾ എന്താണെന്നുള്ള ചോദ്യം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും. 3000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിൽ കൂടെയാണ് ഈ തടാകം ഉടലെടുത്തത് എന്ന് പറഞ്ഞുവല്ലോ. ആ സമയത്ത് പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിൽ നിന്നും പുറത്തേക്ക് വന്ന ലാവ ഒഴുകാനായി തിരഞ്ഞെടുത്ത വഴിയാണ് ലാവാ ട്യൂബ് എന്നറിയപ്പെടുന്നത്. അതിതീക്ഷ്ണമായ ഊഷ്മാവോട് കൂടിയ ഈ ലാവ ഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്ന സമയത്ത് ഭൂമിക്ക് താഴെയുള്ള ഉപരിതലങ്ങൾ മുഴുവൻ ഗാഢത നിറഞ്ഞ അവസ്ഥയിലേക്ക് എത്തുന്നു. ഇതിനെ സോൾഡിഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. ഏതായാലും ലാവ ഒഴുകാൻ തിരഞ്ഞെടുത്ത വഴിയാണ് പിന്നീട് ലാവ ട്യൂബുകളായി മാറിയത് എന്ന് മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള പല ട്യൂബുകളും ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അത്തരം സ്ഥലങ്ങളെല്ലാം തന്നെ വന്യമൃഗങ്ങൾക്കുള്ള സഞ്ചാരപാതയോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളോ ആയി മാറിയിട്ടുണ്ട്. തടാകത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന 2 ലാവ ട്യൂബുകൾ ഈ തടാകത്തിൽ നിന്നും സ്ഥിരമായി വെള്ളം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയുടെ ജലമാണ് തടാകം ഉപയോഗിക്കുന്നത് എന്നിരിക്കെ ഭൂമിക്കടിയിലേക്ക് ഒരു അദൃശ്യമായ ജലപാത ഒരുക്കുകയായിരുന്നു 3000 വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി. മഴയില്ലാതെയാകുമ്പോൾ തടാകത്തിലുള്ള നീരൊഴുക്ക് കുറയുകയും അതുവഴി തടാകം വറ്റിപ്പോവുകയും ചെയ്യുന്നു. കുളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബാത്ത് ടബിനെ ഇതിനു വേണ്ടി നമുക്കൊരു ഉദാഹരണമായി എടുക്കാവുന്നതാണ്. അതിന് താഴെയുള്ള പ്ലഗ് നമ്മൾ ഊരി വെച്ചിട്ടാണ് അതിലേക്ക് വെള്ളം നിറയ്ക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ അകത്തേക്ക് വരുന്ന വെള്ളം താഴെയുള്ള ദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകാനുള്ള വഴി സ്വീകരിക്കുകയും ചെയ്യുന്നു. അതായത് മഴക്കാലത്ത് തടാകത്തിലേക്ക് വരുന്ന ജലം സാധാരണ പോലെ തന്നെ താഴെയുള്ള 2 ലാവാ ട്യൂബുകളിലൂടെ ഭൂമിയിലേക്ക് ഒഴുകുകയാണ്. ഇനി ബാത്ത് ടബിൻ്റെ പ്ലഗ് ഊരി വെച്ചുകൊണ്ട് തന്നെ അതിലേക്ക് ജലം പുറത്തു നിന്നും നാം നൽകുന്നില്ലെങ്കിൽ തീർച്ചയായും അതിലുള്ള ജലം മുഴുവൻ ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാമല്ലോ. അതുപോലെ തന്നെയാണ് മഴ മാറുമ്പോൾ ഈ തടാകത്തിൽ നിന്നും ജലം ഭൂമിക്കടിയിലേക്ക് പോവുകയും തടാകം നിന്നിടത്ത് പുല്ലുകൾ മുളയ്ക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്. ഏകദേശം 12000 വർഷങ്ങൾക്ക് മുമ്പ് ഉടലെടുത്ത ഒരു പർവ്വതമായിരുന്നു ഈ തടാകത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായത്. ഈ പർവ്വതത്തെ പഠനവിധേയമാക്കിയവർ പറയുന്നത് പർവ്വതത്തിന് മുകളിൽ നിന്നും ജലം താഴ്വരയിലേക്കെത്താൻ ഏകദേശം 10 വർഷത്തെ സമയമെടുക്കുമെന്നാണ്. അതൊത്തിരി ദൈർഘ്യമേറിയ സമയമായി പോയില്ലേ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നു. ഈ ചോദ്യത്തിന് ഉത്തരമായി ഇവർ പറയുന്നത് പർവ്വതം ഉണ്ടായ സമയത്ത് അതിനകത്ത് ധാരാളം ദ്വാരങ്ങൾ വന്നിട്ടുണ്ടെന്നാണ്. ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിന് ശേഷം
ലാവ തണുത്തുറഞ്ഞാൽ എങ്ങനെയാണോ ഉണ്ടാകാൻ പോകുന്നത് അത്തരത്തിൽ തന്നെയാണ് ഈ പർവ്വതത്തിൻ്റെ നിർമ്മിതിയും എന്ന് ചുരുക്കം. ഈ ദ്വാരങ്ങളിലൂടെ ജലം മുകളിൽ നിന്നും താഴേക്കെത്താൻ ഏകദേശം 10 വർഷം തന്നെ എടുക്കും എന്നാണത്രേ കണക്കുകൾ പറയുന്നത്. ഇങ്ങനെ താഴേക്കെത്തുന്ന ജലം പ്രകൃതി തന്നെ നമുക്ക് ശുദ്ധീകരിച്ചു തരാൻ സ്വീകരിച്ച ഒരു മാർഗമാണിത് എന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും ആ ജലം നദിയിലേക്കെത്തി, നദിയിൽ നിന്നും തടാകത്തിലേക്കെത്തി, തടാകത്തിൽ നിന്നും വീണ്ടും ലാവ ട്യൂബുകളിലൂടെ ഭൂമിക്കടിയിലേക്ക് ഭൂഗർഭജലമായി പോകുന്നതിനു മുമ്പായി മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും തങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാനുള്ള ഒരു ജലസ്രോതസ് പ്രകൃതി നൽകുകയാണ് ചെയ്യുന്നത്. ഏതായാലും അമേരിക്കയുടെ ലോസ്റ്റ് ലേക്ക് എന്നറിയപ്പെടുന്ന ഈ തടാകത്തിൻ്റെ നിഗൂഢതയുടെ പിന്നാമ്പുറങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ വർഷത്തിൽ ഏവർക്കും വളരെ നല്ല ജീവിതാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്നും ജീവിതത്തിൽ പുരോഗമനങ്ങൾ വരുന്ന വർഷമായി 2019 മാറട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.